തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ആർക്കും പരുന്ത് ഒരു വലിയ പാഠമാണ്. പരുന്ത് എപ്പോഴും ഉയർന്ന വിഹായസിലൂടെ മാത്രമേ പറക്കാറുള്ളൂ. ആകാശത്തിലൂടെ പറക്കുന്ന അനേകായിരം പക്ഷികളെ പിന്നിലാക്കി പരുന്ത് ആകാശത്തിന്റെ മുകളിലേക്ക് കുതിക്കും. ആരുണ്ട് എന്നെ തോൽപ്പിക്കാൻ എന്ന ഭാവത്തിൽ. ഉയർന്നു പറക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർന്ന വിജയങ്ങൾ സ്വായത്തമാക്കാനാകൂ എന്ന പാഠമാണ് പരുന്ത് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരുന്ത് ഒരിക്കലും കുരുവികളുടെയോ മറ്റു ചെറു പറവകളുടെയോ കൂടെ അത് പറക്കാറില്ല. പരുന്തിനോടൊപ്പം മാത്രമേ പറക്കാറുള്ളൂ. ജീവിതത്തിൽ വിജയങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി വേണം നിങ്ങൾ ഇടപഴകേണ്ടത്. എല്ലാ കാര്യങ്ങളിലും കുറ്റങ്ങളും കുറവുകളും കാണുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരുമായാണ് നിങ്ങളുടെ സഹവാസമെങ്കിൽ വിജയിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ അണക്കുവാൻ അത് മതിയാകും. നാം ആരുമായാണോ നിരന്തരം സഹവസിക്കുന്നത് അവരുടെ സ്വഭാവം ഒരു പരിധിവരെ നമ്മളെ സ്വാധീനിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന കവിവാക്യം ഇവിടെ അർത്ഥവത്താണ്. പരുന്തിന്റെ കാഴ്ചശക്തി അപാരമാണ്. 5 കിലോമീറ്റർ ഉയരത്തിലൂടെ പറന്നാൽ പോലും തന്റെ ഇരയെ അതിന് വ്യക്തമായി തിരിച്ചറിയാനാകും. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ മറികടന്ന് പരുന്ത് തന്റെ ലക്ഷ്യമായ ഇരയെ റാഞ്ചിയെടുത്ത് മുകളിലേക്ക് പറന്നിരിക്കും. ഇത്തരത്തില് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾക്കുണ്ടാവണം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടെ എത്തിച്ചേരണം, അടുത്ത 1 വർഷത്തിനുള്ളിൽ ഞാൻ സ്വന്തമാക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങളിൽ മുട്ടിടുമ്പോഴേ ജീവിതത്തിന്റെ പൂക്കൾ താനേ വിടരൂ. പരുന്തൊരിക്കലും ചത്തതോ ആരെങ്കിലും മിച്ചം വെച്ചതോ ആയ ഇരകളെ ഭക്ഷിക്കാറില്ല. തനിക്ക് ആവശ്യമായ ഇരകളെ കണ്ടുപിടിക്കുകയും അതുക്കും മേലെ വട്ടമിട്ട് പറന്ന് ഇരകളെ റാഞ്ചി പറന്നു പോവുകയുമാണ് പരുന്ത് ചെയ്യാറുള്ളത്. മറ്റുള്ളവരുടെ സഹതാപമോ ദയയോ കാത്തിരിക്കാതെ അവസരങ്ങൾ തേടിപ്പിടിച്ച് അതുക്കും മേലെ പറന്ന് അവ റാഞ്ചിക്കൊണ്ടു പോവുകയാണ് വേണ്ടത് എന്ന പാഠമാണ് നമ്മെ പരുന്ത് പഠിപ്പിക്കുന്നത്. കൊടുങ്കാറ്റിനെ ഇഷ്ടം വെക്കുന്ന ഏക പക്ഷിയാണ് പരുന്ത്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ മറ്റു പക്ഷികൾ പേടിച്ചരണ്ട് മാളങ്ങളിൽ ഒളിക്കുമ്പോൾ വെല്ലുവിളിയെ ഒരു അവസരമായാണ് പരുന്ത് കാണുന്നത്. കൊടുങ്കാറ്റിനൊപ്പം പരുന്ത് ഉയർന്നു പറക്കും. എന്നിട്ട് തന്റെ ചിറകുകൾ വിടർത്തി വെറുതെ നിൽക്കും. അങ്ങനെ കാറ്റിന്റെ ശക്തിയാൽ പരുന്ത് ചിറകടിക്കാതെ കിലോമീറ്ററുകളോളം പറക്കുന്നു. ജീവിതത്തിലെ ഇളം തെന്നലുകൾ മാത്രം പ്രതീക്ഷിച്ച് നാം കഴിഞ്ഞുകൂടരുത്. കൊടുങ്കാറ്റിനെ പ്രതീക്ഷിക്കുക, എന്നിട്ട് അതുക്കു മേലെ പറക്കുക. ജീവിതത്തിലെ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയവരാണ്. നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം. പക്ഷേ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയത്തിന്റെ വിത്തുകൾ ഏറ്റവും നന്നായി പാകുവാൻ നമുക്ക് സാധിക്കുന്നത്. കുഞ്ഞുങ്ങള് പറക്കമുറ്റാറാവുമ്പോൾ തള്ളപ്പക്ഷി അവയെ കൊത്തി കൂടിന് വെളിയിലേക്കിടും. കുഞ്ഞുങ്ങൾ ബലമില്ലാത്ത തങ്ങളുടെ ചിറകുപയോഗിച്ച് പറക്കുവാൻ ശ്രമിക്കും. പക്ഷേ സാധിക്കാതെ അവ കൂട്ടിൽ നിന്നും താഴേക്ക് വീഴും. അവയുടെ കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് അതിൽ നിന്നും രക്തം ധാരയായി ഒഴുകും. പക്ഷേ ഇതൊന്നും കണ്ട് തള്ളപ്പക്ഷിയുടെ മനം അലിയില്ല. കുഞ്ഞു നന്നായി പറക്കുവാൻ തുടങ്ങുന്നതുവരെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം തള്ളപ്പരുന്തിനറിയാം, നാളുകളിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും നേരിടണമെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കുഞ്ഞു പരുന്ത് കടന്നുപോയേ തീരൂ എന്ന്. നമ്മോട് സ്നേഹമുള്ളവരും മാതാപിതാക്കളും സഹപ്രവർത്തകരും അധ്യാപകരും നമ്മുടെ മേലധികാരികളും ഒക്കെ വിഷമങ്ങളുടേതായിട്ടുള്ള മുള്ളുകൾ നമുക്ക് മേലെ വിതറിയേക്കാം. അപ്പോൾ വിശ്വസിക്കുക, ഈ പ്രയാസങ്ങൾ ജീവിതത്തിന്റെ കൈപ്പേറിയ മുഖത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന പാഠമാണ്. പരുന്തിന് ഏകദേശം 40 വയസ്സ് പ്രായമാകുന്ന സമയത്ത് അവയുടെ തൂവലുകൾക്ക് കനം കൂടും. കൊക്കുകളും നഖങ്ങളും നീണ്ട് വളഞ്ഞു വരും. കനം കൂടിയ ചിറകുമായി പരുന്തിന് ഉയർന്നു പറക്കുവാൻ സാധിക്കില്ല. നീണ്ടു വളഞ്ഞ കൊക്കും നഖങ്ങളുമായി ഇരയെ പിടിക്കാനും സാധിക്കില്ല. മരിക്കുക അല്ലെങ്കിൽ പൊരുതുക എന്ന 2 വഴിയാണ് ഈ സമയത്ത് പരുന്തിനുള്ളത്. ഈ അവസരത്തില് എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തനായി അകലെയുള്ള ഒറ്റക്കെട്ട പാറക്കൂട്ടങ്ങളിലേക്ക് പരുന്ത് പ്രയാണം ചെയ്യും. അവിടെ വെച്ച് പരുന്ത് തന്റെ തൂവലുകൾ ഒന്നൊന്നായി കൊത്തിപ്പറിക്കും. നീണ്ടുവളഞ്ഞ നഖങ്ങളെ കൊത്തിപ്പറിക്കും. കൊക്ക് പാറക്കെട്ടിൽ ഉരച്ച് അതിന്റെ പോരായ്മകളെ പരിഹരിക്കും. ഇതിന്റെ ജീവിതത്തില് ഒരുപാട് വേദനകളെ സഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അവസരം. പിന്നീട് പുതിയ ചിറകും നഖങ്ങളും വരുന്നത് വരെ ഒരു കാത്തിരിപ്പാണ്. അവസാനം ഭാരം കുറഞ്ഞ തന്റെ പുത്തൻ തൂവലുകളുമായി ചിറകടിച്ച ആകാശത്തിന്റെ അനന്തവിഹായസിലേക്ക് അവൻ കുതിച്ചുയരും. ഒട്ടേറെ പുതിയ കഴിവുകൾ നമ്മൾക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ ജീവിത വിജയത്തിന് ആവശ്യമായ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വിജയത്തിന്റെ ആകാശത്തേക്ക് നിങ്ങളും
കുതിച്ചുയരുക. നഷ്ടബോധത്തിന്റെ ഇന്നലകൾ അവസാനിച്ചു. ഇന്നത്തെ സൂര്യോദയത്തിനൊപ്പം മനസ്സിലും ഒന്ന് കുറിച്ചോളൂ. ഓടിയോടി പറന്നു പറന്ന് ക്ഷീണിച്ച തളർന്ന അവസ്ഥയിൽ 2 അടി മുന്നോട്ട് കുതിക്കാൻ 1 അടി പിന്നോട്ട് മാറണം. ധ്യാനവും ജോഗിങ്ങും ഒക്കെ വേണ്ടിവരും. ശരീരവും മനസ്സും റീപ്രോഗ്രാമിംഗ് നടത്തുവാനായിട്ട്. മറ്റുള്ളവരോടല്ല, നമ്മൾ നമ്മോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുക്കും മേലെ സുനിശ്ചിതമായ വിജയമല്ലാതെ മറ്റൊന്നില്ല എന്ന ചിന്തയിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഷെഫീഖ് താനാളൂർ.